ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. ദസറ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 3% വർദ്ധിപ്പിച്ചു. 55% നിന്നും DA 58% ഉയർത്തിയത്. DA വർദ്ധിപ്പിച്ച തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ജൂലൈ 1 മുതൽ വർധനവ് പ്രാബല്യത്തിൽ വരും. ഇതോടെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 3 മാസത്തെ കുടിശ്ശിക ലഭിക്കും. ഇത് ഒക്ടോബറിലെ ശമ്പളത്തിന്റെ കൂടെ നൽകുമെന്നാണ് റിപ്പോർട്ട്. പുതിയ തീരുമാനം ഏകദേശം 1.15 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടും. ഈ വർഷം ഇത് 2ാം തവണയാണ് DA വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA 2% കൂട്ടിയിരുന്നു. വിലക്കയറ്റം ഫലപ്രദമായി നേരിടാനായാണ് മാർച്ചിൽ DA 53% നിന്ന് 55% വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 3% വർധനവ് കൂടി പ്രാബല്യത്തിൽ വരുന്നതോടെ DA അടിസ്ഥാന ശമ്പളത്തിന്റെ 58% മാറും. 48 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 68 ലക്ഷം പെൻഷൻകാർക്കും ഈ നീക്കം ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വർണം, വെള്ളി, പണയ വായ്പകളുടെ വ്യവസ്ഥകൾ പുതുക്കി റിസർവ് ബാങ്ക്. പലിശ മാത്രം അടച്ചു വായ്പ പുതുക്കുന്ന രീതി റിസർവ് ബാങ്ക് നിർത്തലാക്കി. ഉപഭോക്താക്കളുടെ സംരക്ഷണം, വായ്പാ പ്രവൃത്തിയിലെ സുതാര്യത, തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം. 2 ഘട്ടമായാണ് വ്യവസ്ഥകൾ പ്രാബല്യത്തിലാവുക. അതിൽ 1ാം ഘട്ടം ഒക്ടോബർ 1 നിലവിൽ വന്നു. 2ാം ഘട്ടം 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. വലിയ തുകയുടെ വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള വായ്പാനുവാദം തരംതിരിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. വായ്പ അടച്ചു തീർന്നാൽ പണയ സ്വർണം ഉടനെ തിരികെ നൽകാനും വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. വായ്പാ കരാർ, മൂല്യനിർണ്ണയം, ലേല നടപടികൾ എന്നിവ സുതാര്യമാക്കുകയും വേണം. ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിൽ എല്ലാ വിവരങ്ങളും നൽകണമെന്നും RBI നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GST പരിഷ്കരണങ്ങളുടെ ഭാഗമായി പൂജാ ബെമ്പർ സമ്മാനത്തുകകൾ കുറച്ചു. 3ാം സമ്മാനമായ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപയായാണ് കുറച്ചത്. 1ാം സമ്മാനത്തിനും 2ാം സമ്മാനത്തിനും തുകയിൽ മാറ്റമില്ല. ടിക്കറ്റ് വില 300 രൂപയായി തുടരും. 2570 ഒഴിവുകളിലേക്ക് വിജ്ഞാപനത്തിനൊരുങ്ങി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റൽ അലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുക. ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ഒക്ടോബർ 31 ആരംഭിച്ച് 2025 നവംബർ 30 വരെ തുടരും. ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക RB പോർട്ടലായ rrbapply.government.in വഴി അപേക്ഷിക്കാം. JEE അനുബന്ധ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ ഡിപ്ലോമയോ ബിരുദമോ ഉണ്ടായിരിക്കണം. CMMA തസ്തികകളിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദമായ വിദ്യാഭ്യാസ യോഗ്യതകൾ അപേക്ഷ ആരംഭിക്കുന്ന തീയതിയോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന പൂർണ്ണ വിജ്ഞാപനത്തിൽ ലഭ്യമാകും. നിലവിൽ RRB 368 സെക്ഷൻ കൺട്രോൾ ഓഫീസർ തസ്തികകളിലേക്കും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. അതിലേക്ക് ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് 2025 ഒക്ടോബർ 14 വരെ അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 2025 ഒക്ടോബർ 16 വരെ അടയ്ക്കാവുന്നതാണ്.